ഹലോ ഫ്രണ്ട്സ്, സത്താർ രാധവനാട്. ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു കോഴ്സിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചുകൊണ്ട് കേരളത്തിലെ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ അറബിക്, ഉറുദു, സാൻസ്ക്രിത്, ഹിന്ദി DLED അറബി, ഉറുദു, സാൻസ്ക്രിത്, ഹിന്ദി എന്ന് പറയുന്ന 2 വർഷത്തെ ഭാഷാ അധ്യാപക പരിശീലനത്തിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ കോഴ്സിന് ആദ്യമായി അപേക്ഷ ക്ഷണിച്ച സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ എന്നെ പേഴ്സണലായിട്ട് വിളിക്കുകയും എൻ്റെ അതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ കാത്തിരിപ്പിൻ്റെ സമാപനമായിക്കൊണ്ടാണ് ഈ ഒരു അപേക്ഷ വന്നിട്ടുള്ളത്. ആയതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അപേക്ഷിക്കുക. നിങ്ങൾക്കറിയാം, കേരളത്തിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം മുതലാണ് ഈ ഒരു കോഴ്സ് നിർബന്ധമാക്കിയിട്ടുള്ളത്. ആയതുകൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവർ ഫസ്റ്റ് ഇയർ കഴിഞ്ഞതേ ഉള്ളൂ. ആയതുകൊണ്ട് തന്നെ ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം ഈ വർഷം സ്വാഭാവികമായി കൂടാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ പൂരിപ്പിക്കുന്നത് അതിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിച്ച് കൊണ്ടായിരിക്കണം. അതിൽ വരുന്ന ചെറിയ തെറ്റ് പോലും നിങ്ങളുടെ അപേക്ഷ തള്ളാൻ കാരണമാകും. ആയതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് അപേക്ഷാ ഫോം പൂരിപ്പിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് പൊതു കോട്ടയിലേക്കും ഓപ്പൺ കോട്ടയിലേക്കും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദി വിഷയത്തിലുള്ള DLED ഹിന്ദിക്ക് വേണ്ടിയുള്ള സ്വയാശ്രയ സ്ഥാപനങ്ങളിലേക്കുമുള്ള അപേക്ഷ കൂടെ ക്ഷണിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട എല്ലാ സ്ഥാപനങ്ങളിലും 20% സീറ്റുകൾ നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപകരായി ജോലി ചെയ്യുന്ന ആളുകൾക്കും, നിലവിൽ ട്രെയിനിങ് ലഭിക്കാതെ അധ്യാപകരായി ജോലി ചെയ്യുന്ന ആളുകൾക്കും, അതുപോലെ തന്നെ സ്കൂളിലെ അനധ്യാപക ജീവനക്കാർക്കും, അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന അനധ്യാപക ജീവനക്കാർക്കും വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ബാക്കി 80% സീറ്റുകളിലേക്കാണ് പൊതുവിഭാഗത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി, പെരിന്തൽമണ്ണ, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്നീ സ്ഥലങ്ങളിലുള്ള DLED ഹിന്ദി സ്വയാശ്രയ കോളേജുകളിലേക്കുള്ള അപേക്ഷയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേക അപേക്ഷ അയക്കണം. അതിൻ്റെ വിശദ വിവരങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദ വിവരങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന വിഷയങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും. ഏതായിരുന്നാലും ഏറ്റവും നേരത്തെ തന്നെ ഈ വിവരം നിങ്ങളിലേക്ക് അറിയിക്കുക എന്നതുകൊണ്ട് തന്നെ ഇന്നാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഈ സമയത്ത് തന്നെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആയതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് വരാം. പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷിക്കേണ്ട അവസാന തീയതി 2020 സെപ്റ്റംബർ മാസം 25 അപ്പോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ക്വാളിഫിക്കേഷൻസ്, അതിൻ്റെ അപേക്ഷാ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. DLED കേരള സംസ്ഥാനത്ത് പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരാകാനുള്ള അടിസ്ഥാന യോഗ്യതയാണ് 2 വർഷത്തെ DLED ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ. എന്നാൽ ഇവിടെ പറയാൻ പോകുന്ന DLED അത് ലാംഗ്വേജിലുള്ള കോഴ്സാണ്, ഭാഷയിലുള്ള കോഴ്സാണ്. അതായത് അറബി, ഉറുദു, സംസ്കൃതം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഭാഷാധ്യാപകരാകാനുള്ള 2 വർഷത്തെ കോഴ്സിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ജനറൽ വിഭാഗത്തിലെ DLEDുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ സത്താർ രാധവനാട് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അത് ലഭിക്കും. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നൽകുന്നുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് കാണാം. അത് +2 കഴിഞ്ഞ ആളുകൾക്ക് ഗവൺമെൻറ് സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിൽ, അൺഎയ്ഡഡ് സ്കൂളുകളിലെല്ലാം
PD ടീച്ചറാകാൻ അതല്ലെങ്കിൽ ജനറൽ ടീച്ചറാകാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയാണ്. എന്നാൽ ഇവിടെ പറയാൻ പോകുന്നത് ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെല്ലാം ഭാഷാ അധ്യാപകരാകാൻ അറബിക് ടീച്ചർ, ഉറുദു ടീച്ചർ, സംസ്കൃത ടീച്ചർ, ഹിന്ദി ടീച്ചർ ഇതിനു വേണ്ടിയിട്ടുള്ള 2 വർഷത്തെ റെഗുലർ അധ്യാപക പരിശീലന കോഴ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ കോഴ്സിലേക്ക് പ്രവേശനത്തിനുള്ള അടിസ്ഥാന യോഗ്യത 50% മാർക്കോടെയുള്ള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, +2 അതല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യത. ഈ യോഗ്യത നേടിയ കോഴ്സുകൾ പാസ്സായ ആളുകൾക്കാണ് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, +2 തലത്തിൽ ഈ ഭാഷകൾ പഠിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ അതിലേക്ക് പരിഗണിക്കപ്പെടുന്ന അധ്യാപക പരീക്ഷകൾ, അതുപോലെ ആ ഭാഷയിലുള്ള ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഈ യോഗ്യതകൾ 50% മാർക്കോട് കൂടി വിജയിച്ചിരിക്കണം. അതായത് +2 50%ആണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത. ഇനി ഒരാൾ +2 തലത്തിൽ ഈ ഭാഷാ വിഷയങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതിന് പകരമായി പരിഗണിക്കുന്ന ആ ഭാഷയിലുള്ള ബിരുദം, അതല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, അതല്ലെങ്കിൽ ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ്, ഈ കോഴ്സുകളെല്ലാം 50% മാർക്കോട് കൂടി വിജയിച്ചിരിക്കണം. എന്നാൽ നിയമാനുസൃതമായി ഇളവ് ലഭിക്കുന്ന വിഭാഗങ്ങൾക്ക്, സാധാരണ നമുക്കറിയാം SC ST OBC വിഭാഗങ്ങൾക്കെല്ലാം 5% മാർക്കിൽ ഇളവ് അനുവദിക്കുന്നതാണ്. എന്നാൽ മറ്റൊരു വിഷയം കൂടെ കൂട്ടി പറയുകയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾ, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിൽ അപേക്ഷ ക്ഷണിച്ചത് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിലേക്കും പൊതുകോട്ടയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അതിനടിസ്ഥാനപ്പെടുത്തിയാണ് വീഡിയോയിൽ ഞാൻ പറയുന്നതെങ്കിൽ പോലും കൂടെ നിങ്ങൾ ഓർക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട അതായത് നിലവിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ട്രെയിനിങ് ഇല്ലാതെ, അധ്യാപക പരിശീലനം നേടാതെ അധ്യാപകരായി ജോലി ചെയ്യുന്ന ആളുകൾ നമുക്കറിയാം. പ്രത്യേകിച്ച് ഭാഷാ അധ്യാപകരിൽ ഒരുപാട് പേര്, മുമ്പൊക്കെ അറബിക് അധ്യാപകരാണെങ്കിൽ 10ാം തരത്തിന് ശേഷം അഫ്സൽ ഉലമ പ്രിലിമിനറി കഴിഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റായി കേട്ടറ്റ് കൂടി ഉണ്ടെങ്കിൽ അവർക്ക് അധ്യാപകരാകാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഹിന്ദിയിലും ഉറുദുവിലും സംസ്കൃതത്തിലൊക്കെ സമാനമായിട്ടുള്ള അദീബി ഫാസിൽ പോലെയുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞാൽ അവർക്ക് DLED ഒന്നും ഇല്ലാതെ തന്നെ അധ്യാപകരാകാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അധ്യാപകരായി വർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്ക് ഈ മാർക്ക്, അതായത് 50% മാർക്കോട് കൂടി ഈ കോഴ്സ് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യമായ കോഴ്സ് പാസ്സാകണം എന്നുള്ള നിബന്ധനയിൽ നിന്ന് അധ്യാപകരെ മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ അനധ്യാപകരായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ ഇളവ് ഇല്ല, അധ്യാപകർക്ക് മാത്രമാണ് ആ ഇളവുള്ളത്. ഇനി ഇത് ഓരോ സബ്ജക്റ്റിനും, ഹിന്ദി, അറബി, സംസ്കൃതം, ഉറുദു, ഇതിൻ്റെ ഒക്കെ യോഗ്യതകൾ ഞാനൊന്നിവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണുകയും ചെയ്യാം. DLED ഹിന്ദിയുടെ യോഗ്യത, ഹിന്ദി 2ാം ഭാഷയായുള്ള ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയം, അതല്ലെങ്കിൽ അഡീഷണൽ ഭാഷ ഹിന്ദിയോടെയുള്ള SSLC പരീക്ഷാ വിജയവും ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും. ഇനി അതുമല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ പ്രവീൺ പരീക്ഷാ വിജയവും. അതുമല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യാചാര്യ പരീക്ഷാ വിജയവും. അതുമല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ രാഷ്ട്രഭാഷ വിശാരദ് പരീക്ഷാ വിജയവും. അതുമല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും കേരള ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി ഭൂഷൺ പരീക്ഷാ വിജയവും. അതുമല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും കേരളത്തിലെ സർവകലാശാലകൾ നൽകുന്നതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ഹിന്ദി ഭാഷയിലുള്ള ബിരുദം, അതല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, അല്ലെങ്കിൽ തത്തുല്യമായ മറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ മറ്റ് യോഗ്യതകൾ, ഇതെല്ലാം നേടിയ ആളുകൾക്ക് DLED ഹിന്ദി കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ DLED അറബിക് വിഷയത്തിൽ അപേക്ഷിക്കുന്ന ആളുകൾ അവർക്ക് അറബിക് ഐച്ഛിക വിഷയമായോ 2ാം ഭാഷയായോ പഠിച്ച ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയം അതുണ്ടായിരിക്കണം.
അതല്ലെങ്കിൽ 10ാം തരത്തിന് ശേഷം അഫ്സൽ അൽ ഉലമ പ്രിലിമിനറി പരീക്ഷ വിജയിച്ച ആളുകളായിരിക്കണം. അതല്ലെങ്കിൽ പ്രീ ഡിഗ്രി അറബിക് പരീക്ഷാ വിജയം ഉണ്ടായിരിക്കണം. ഇനി അതുമൊന്നുമല്ലെങ്കിൽ ഓറിയൻ്റൽ സ്കൂളുകളിൽ നിന്നോ അക്കാദമിക് സ്കൂളുകളിൽ നിന്നോ 1ാം ഭാഷയായി അറബി പഠിച്ച് നേടിയ SSLC പരീക്ഷാ വിജയവും ഹയർ സെക്കൻഡറി ഏത് വിഷയവും പഠിച്ച് പരീക്ഷ വിജയിച്ചാലും കുഴപ്പമില്ല. അതായത് ഒരാൾ 10ാം തരത്തിൽ അറബിക് എടുത്ത് പഠിച്ചു, എന്നാൽ +2-ന് അറബിക്കല്ല മറ്റ് വിഷയങ്ങളാണ് പഠിച്ചത്, എന്നാലും അവർക്ക് ഈ DLED അറബിക്കിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന്. ഇനി ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഭാഷയോടെയുള്ള ഹയർ സെക്കൻഡറിയും കേരളത്തിലെ സർവകലാശാലകൾ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ അറബിക് ബിരുദം അതല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആളുകൾക്ക് DLED അറബിക് വിഷയത്തിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി DLED സംസ്കൃത വിഷയത്തിൽ അപേക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത എന്താണെന്ന് നോക്കാം. സംസ്കൃതം ഐച്ഛിക വിഷയമായോ 2ാം ഭാഷയായോ പഠിച്ച ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയം, അതല്ലെങ്കിൽ ഓറിയൻ്റൽ സ്കൂളിൽ നിന്നോ അക്കാദമിക് സ്കൂളിൽ നിന്നോ 1ാം ഭാഷയായി സംസ്കൃതം പഠിച്ചു നേടിയ SSLC പരീക്ഷാ വിജയവും ഹയർ സെക്കൻഡറി അത് ഏത് വിഷയമായാലും കുഴപ്പമില്ല അതിലുള്ള വിജയവും, ഞാൻ നേരത്തെ അറബിക്ക് പറഞ്ഞ അതേ കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി അതല്ലെങ്കിൽ രാഷ്ട്രീയ സംസ്കൃത സംസ്ഥാൻ നടത്തുന്ന പ്രാക് ശാസ്ത്രി പരീക്ഷാ വിജയം അതല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യമായിട്ടുള്ള യോഗ്യത, അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അത് ഏത് വിഷയവുമാകാം പരീക്ഷാ വിജയവും പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന സംസ്കൃത അധ്യാപക പരീക്ഷാ വിജയവും, അതല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ സംസ്കൃതം ഐച്ഛിക വിഷയമായ പ്രീ ഡിഗ്രി അതല്ലെങ്കിൽ പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷാ വിജയം. ഇനി അതൊന്നും അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള സംസ്കൃതം കോളേജുകളിൽ നിന്നുള്ള പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷാ വിജയം. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷയോടുള്ള ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും കേരളത്തിലെ സർവകലാശാലകൾ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ സംസ്കൃത ഭാഷയിലുള്ള ബിരുദം അതല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. അപ്പോൾ ഈ യോഗ്യതകളൊക്കെയുള്ള ആളുകൾക്ക് സംസ്കൃത ഭാഷയിൽ DLED കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് DLED ഉറുദുവിനുള്ള യോഗ്യതകൾ എന്തെല്ലാം എന്ന് നോക്കാം. ഉറുദു ഓപ്ഷണൽ ആയോ 2ാം ഭാഷയായോ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയം, അതല്ലെങ്കിൽ SSLCയും അതിനുശേഷം ഉറുദു ഒരു ഭാഷാ വിഷയമായി പഠിച്ചുള്ള ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും, ഇതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും കാലിക്കറ്റ് സർവകലാശാല നടത്തുന്ന അദീബ് എ ഫാസിൽ പ്രിലിമിനറി ഉറുദു പരീക്ഷാ വിജയവും, അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ അതിന് തത്തുല്യമായി കോഴിക്കോട് സർവകലാശാല നടത്തുന്ന അദീബ് എ ഫാസിൽ പ്രിലിമിനറി ന്യൂ സ്കീം പരീക്ഷാ വിജയം, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തുന്ന ഉറുദു അധ്യാപക പരീക്ഷ വിജയം, അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷയോടെയുള്ള ഹയർ സെക്കൻഡറി വിജയവും കേരളത്തിലെ സർവകലാശാലകൾ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ ഉറുദു ഭാഷയിലുള്ള ബിരുദം അതല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. അപ്പം ഇതൊക്കെയാണ് ഉറുദു DLED കോഴ്സിന് അപേക്ഷിക്കാനുള്ള യോഗ്യത. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപേക്ഷകർ 1/8/2020 17 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 35 വയസ്സ് തികയാൻ പാടില്ലാത്തതുമാകുന്നു. അപ്പോൾ പ്രായപരിധി എന്ന് പറയുന്നത് 18-നും 35-നും ഇടയിലായിരിക്കണം. എന്നാൽ ഉയർന്ന പ്രായപരിധിയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 5 വർഷവും മറ്റ് പിന്നാക്ക സമുദായക്കാർക്ക് 3 വർഷവും ഇളവ് അനുവദിക്കുന്നതാണ്. അപ്പോൾ SC/ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 40 വയസ്സ് വരെ അപേക്ഷിക്കാം. എന്നാൽ OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്
38 വയസ്സ് വരെയും അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അംഗീകൃത ടീച്ചിങ് സർവീസ് ഉള്ളവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ സർവീസ് കാലാവധിയുടെ അത്രയും വർഷം ഇളവ് അനുവദിക്കുന്നതാണ്. അപ്പോൾ അംഗീകൃത ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പ്രായം പ്രശ്നമല്ല. അവർക്ക് എത്ര വർഷമാണോ സർവീസ് ഉള്ളത് അതിനനുസരിച്ച് അത്രയും വർഷത്തെ വയസ്സിൽ ഇളവ് അനുവദിക്കും. പിന്നെ 3% സീറ്റ് ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള അപേക്ഷാ ഫീസ് അത് വെറും 10 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് ഏതെങ്കിലും ട്രഷറിയിലാണ്. അതിന് പ്രത്യേക ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ട്. 0201-102-102 എന്ന് പറയുന്ന ആ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്കാണ് അവർ ഫീസ് അടയ്ക്കേണ്ടത്. പട്ടികജാതി പട്ടികവർഗക്കാർ അവർ ഫീസ് അടയ്ക്കേണ്ടതില്ല, അവരതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപേക്ഷാ ഫീസ് DD ആയോ മറ്റേതെങ്കിലും രീതിയിലോ അടക്കുന്നവരുടെ അപേക്ഷ പരിഗണിക്കുകയില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൻ്റെ അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടത് അത് ചെലാൻ മുഖേനയാണ്. അത് അടയ്ക്കേണ്ടുന്ന അതിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് അത് ഞാനിവിടെ എഴുതി കാണിക്കുകയും ചെയ്യാം. ഞാൻ ഒന്നും കൂടെ പറയാം, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. വേറെ മാർഗത്തിൽ നിന്നും ഫീസ് അടക്കാൻ സാധിക്കുന്നതല്ല. 02-01-102-92 ഇതാണ് അതിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട്. ഇനി അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണ് എന്ന് വെച്ചാൽ, അതിന് പ്രത്യേക മാതൃകയുണ്ട്. അപേക്ഷാ ഫോമിന് പ്രത്യേക മാതൃകയുണ്ട്. അത് ഇതിന് ശേഷം അതിനനുബന്ധമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഫോം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ കിട്ടും. ഇനി അവിടെ നിന്ന് എടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് അവിടെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ PDF ആയിട്ടുള്ള ഫോം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് പൂരിപ്പിച്ച് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചാൽ മതി. ഈ അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ കോളങ്ങളും നിങ്ങൾ കൃത്യമായി പൂരിപ്പിക്കേണ്ടതുണ്ട്. ഒരു കോളം പോലും നിങ്ങൾ ഒഴിച്ചിടാൻ പാടില്ല. നിങ്ങൾക്ക് ബാധകമല്ലാത്ത കോളങ്ങൾ, അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കോളങ്ങൾ, നിങ്ങളുമായി ബന്ധമില്ലാത്ത കോളങ്ങൾ നിങ്ങൾ ബാധകമല്ല എന്ന് നിങ്ങൾ കൃത്യമായി എഴുതേണ്ടതാണ്, പൂരിപ്പിക്കേണ്ടതാണ്. ഇനി എല്ലാ കോഴ്സിനും കൂടി ഒരാൾക്ക് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് അറബി, ഉറുദു, സംസ്കൃതം, ഹിന്ദി ഇതിനൊക്കെ പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ഇനി എന്തെല്ലാം രേഖകളാണ് അപേക്ഷയുടെ കൂടെ വെക്കേണ്ടത് അതാണ് പറയുന്നത്. 1, നിങ്ങൾ അപേക്ഷാ ഫീസ് അടച്ചതിൻ്റെ അസൽ ചലാൻ അത് നിങ്ങൾ വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ SLC സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ. അതെന്തിനാന്ന് വെച്ചാൽ ജനനത്തീയതി, ജാതി ഇതൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖയായിട്ടാണ് അത് പരിഗണിക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് അതൊക്കെ നിങ്ങൾ അതിൻ്റെ കൂടെ വെക്കേണ്ടതായിട്ടുണ്ട്. കൂടെ ഹയർ സെക്കൻഡറി മാർക്ക് ലിസ്റ്റ്, അതുപോലെ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ അത് നിങ്ങൾ വെക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് യോഗ്യതാ പരീക്ഷകളുടെയും സർട്ടിഫിക്കറ്റിൻ്റെയും ശരിപ്പകർപ്പുകൾ അതിൻ്റെയൊക്കെ അറ്റസ്റ്റഡ് കോപ്പി നിങ്ങൾ വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതല്ലാതെ ഈ അപേക്ഷയിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തെളിവായിട്ട് അതിൻ്റെയൊക്കെ അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പികൾ നിങ്ങൾ വെക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജാതി അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് മറ്റ് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അറ്റസ്റ്റഡ് കോപ്പി നിങ്ങൾ വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫീസ്, നിങ്ങളുടെ ഈ കോഴ്സിൻ്റെ ഫീസ് എത്രയാണ് വരിക എന്നുള്ളത്. അപേക്ഷാ ഫീസ് നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ഇതിൻ്റെ കോഴ്സിൻ്റെ ഫീസ് വളരെ തുച്ഛമായ കോഴ്സ് ഫീസാണ്. ഇതിൻ്റെ ഓപ്പൺ കോട്ടയിൽ, ജനറൽ കോട്ടയിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഈടാക്കുന്നത്. നോക്കൂ, അഡ്മിഷൻ ഫീസ് 10 രൂപ മാത്രമാണ്.
ട്യൂഷൻ ഫീസ് ആകെ വരുന്നത് 150 രൂപ. അത് 3 തവണയായിട്ട് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ലൈബ്രറി ഫീസ് 10 രൂപ, ഗെയിംസ് ഫീസ് 10 രൂപ, സ്റ്റേഷനറി ഫീസ് 10 രൂപ. ഇതാണ് ആകെ ഇത്രയും വാല്യുബിളായ ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഹിന്ദി കോഴ്സിന് സ്വാശ്രയ മേഖലയിൽ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ കോഴ്സ് നടക്കുന്നുണ്ട്. അവിടെ ഇതിൻ്റെ ഫീസിൽ വ്യത്യാസമുണ്ട്. അവിടെ അഡ്മിഷൻ ഫീസ് 100 രൂപയാണ്. അതുപോലെ ട്യൂഷൻ ഫീസ് ഏകദേശം 1500 രൂപ, 1490 രൂപയാണ് ട്യൂഷൻ ഫീസായിട്ട് വരുന്നത്. പിന്നെ വർഷത്തിൽ ഒരു 10,000 രൂപ ഡെവലപ്മെൻറ്റ് ഫണ്ടായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. അത് ഓരോ വർഷത്തേക്കാണ്, അപ്പോൾ 2 തവണ അടയ്ക്കേണ്ടത്. അപ്പോൾ ഇതാണ് സ്വാശ്രയ മേഖലയിൽ ഈ കോഴ്സിൻ്റെ ഫീസ്. ഏറെക്കുറെ ഇതേ ഫീസ് തന്നെയാണ് DLED ജനറൽ കോഴ്സിനും ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിൽ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഫീസൊന്നുമില്ല. ഇനി ശ്രദ്ധിക്കുക, ഇത് എങ്ങനെയാണ് ഇതിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, കോഴ്സിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്നുള്ളത്. അതായത് യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ആ റാങ്ക് ലിസ്റ്റിൽ തന്നെ സാമുദായിക സംവരണത്തിൻ്റെ വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കും അതിലേക്കുള്ള പ്രവേശനം നടത്തുന്നത്. ഓരോ കോഴ്സിനും പ്രത്യേകം റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും. അതായത് ഫോർ എക്സാമ്പിൾ അറബി, ഉറുദു, സംസ്കൃതം, ഹിന്ദി, ഈ 4 കോഴ്സിനും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാകും. അത് തന്നെ അതിൻ്റെ സംവരണ തത്വങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ലിസ്റ്റായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓരോ കോഴ്സിലേക്കും അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കോഴ്സിൻ്റെ സീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് കേരള സംസ്ഥാന നിലവിലുള്ള സംവരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ലിസ്റ്റായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഓരോ സമുദായത്തിനും ലഭിക്കേണ്ട സീറ്റ് സംവരണം അതിലുണ്ടായിരിക്കും. ഇനി എങ്ങനെയൊക്കെയാണ് സംവരണം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും സാമുദായിക സംവരണം പാലിച്ചാണ് ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഓരോ കോഴ്സിൻ്റെയും ആകെ സീറ്റിൽ 20% വകുപ്പ് തല കോട്ടയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചു, നിലവിൽ സർവീസിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള കോട്ടയാണ്. വകുപ്പ് തല കോട്ടയ്ക്ക് വേണ്ടത്ര അപേക്ഷകൾ ഇല്ലാത്ത പക്ഷം ആ സീറ്റുകൾ പൊതുകോട്ട പ്രകാരം നികത്തുന്നതാണ്. യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി പ്രവേശനം നടത്തുന്നതിനാൽ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ എല്ലാ പാർട്ടിൻ്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ +2 ലെവലിലുള്ള അതല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള മറ്റ് യോഗ്യതകൾ, അതിൻ്റെ ഒക്കെ യഥാർത്ഥ ഒറിജിനൽ കോപ്പിയുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റിൻ്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പീസ് നിങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നൽകുന്ന മാർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ ആ വിഷയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ +2 ആണെങ്കിൽ നിങ്ങളുടെ യോഗ്യതയെങ്കിൽ +2വിൻ്റെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ ഉള്ളടക്കം ചെയ്യുക. അതല്ല +2 അല്ല, മറ്റ് ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ ഈ +2വിൻ്റെയും കൂടെ ഡിഗ്രിയുടെ കൂടി മാർക്ക് ലിസ്റ്റ് ഇതിൻ്റെ കൂടെ ഉള്ളടക്കം ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിഗണിക്കപ്പെടുന്നത് നിങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി എവിടെയൊക്കെയാണ് ഇതിൻ്റെ പഠന കേന്ദ്രങ്ങൾ നോക്കൂ. ഹിന്ദിക്ക് 2 ഗവൺമെൻറ് സെൻറ്ററുകളാണുള്ളത്. ഒന്ന് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജ് ട്രെയിനിങ് ഹിന്ദി, PMG ജംഗ്ഷൻ, തിരുവനന്തപുരം. അവിടെ 100 സീറ്റാണ് ഹിന്ദിക്കുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സെൻറ്റർ കൂടിയുണ്ട്, അത് ഗവൺമെൻറ് ഹിന്ദി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, രാമവർമ്മപുരം, തൃശ്ശൂർ. അവിടെ 100 സീറ്റ് ഉണ്ട്. അങ്ങനെ ഹിന്ദിക്ക് ഗവൺമെൻറ് മേഖലയിൽ 200 സീറ്റുകളാണുള്ളത്. എന്നാൽ 3 സ്വാശ്രയ സെൻറ്ററുകളുണ്ട്. അവിടെ 60 സീറ്റ് വീതമാണുള്ളത്. അത് ഒന്ന് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടയിലാണ്, മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ്. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് അടൂരാണ്, പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് ഉള്ളത്. ആ സെൻറ്ററുകളുടെ പേര് ഞാനിവിടെ ഒന്ന് വായിക്കാം.
മലബാർ ഹിന്ദി പ്രചാര കേന്ദ്രം കൊണ്ടോട്ടി മലപ്പുറം, അവിടെ 60 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ ഭാരത് ഹിന്ദി പ്രചാര കേന്ദ്രം അടൂർ പത്തനംതിട്ട, അവിടെയും 60 സീറ്റാണുള്ളത്. മറ്റൊന്ന് പെർഫെക്റ്റ് ഹിന്ദി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പെരിന്തൽമണ്ണ മലപ്പുറം, ഇവിടെ 60 സീറ്റാണുള്ളത്. ഓരോ സെൻറ്ററിലും അനുവദിക്കപ്പെട്ടുള്ള സീറ്റുകളുടെ 50% സീറ്റുകൾ മെറിറ്റ് സീറ്റും ശേഷിക്കുന്ന 50% മാനേജ്മെൻറ്റ് സീറ്റുമായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ഈ 60 സീറ്റുകളിൽ 30 എണ്ണമാണ് മെറിറ്റ് സീറ്റായിട്ടുള്ളത്. ഈ മെറിറ്റ് സീറ്റിൽ തന്നെ നേരത്തെ പറഞ്ഞ ഫീസ് ഉണ്ടായിരിക്കും, പ്ലസ് മാനേജ്മെൻറ്റ് സീറ്റ്. അതിൽ ഒരു പക്ഷേ മാനേജർമാർ നിശ്ചയിക്കുന്ന മറ്റു ഫീസുകൾ കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ അതത് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. നമുക്ക് ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഇനി അറബിക്കിന് നിലവിൽ 3 സെൻറ്ററുകളാണുള്ളത്. ഓരോ സെൻറ്ററിലും 50 സീറ്റുകൾ വീതമാണുള്ളത്. ഗവൺമെൻറ് TTI കൊല്ലം, അവിടെ 50 സീറ്റുണ്ട്. ഗവൺമെൻറ് TTI മലപ്പുറം, അവിടെ 50 സീറ്റുണ്ട്. ഗവൺമെൻറ് TTI ഫോർ വിമൻ കോഴിക്കോട്, അവിടെ 50 സീറ്റുണ്ട്. ഇത് ഗവൺമെൻറ് TTI ഫോർ വിമൻ എന്ന പേരിൽ വിമൻസ് കോളേജാണെന്ന് തോന്നുന്നുവെങ്കിലും അവിടെ ആൺകുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കുന്നുണ്ട്. ഉറുദു, അതിന് 2 ഗവൺമെൻറ് സെൻറ്ററുകളാണുള്ളത്. ഒന്ന് മലപ്പുറം, ഗവൺമെൻറ് TTI മലപ്പുറം, അവിടെ 50 സീറ്റുണ്ട്. അതുപോലെ കോഴിക്കോട് ഗവൺമെൻറ് TTI ഫോർ വിമൻ, അവിടെ 50 സീറ്റുകളുണ്ട്. സംസ്കൃതത്തിന് കോഴിക്കോട് ജില്ലയിലെ വടകര ഡയറ്റിലാണ് ഒരു സെൻറ്റർ ഉള്ളത്, അവിടെ 50 സീറ്റാണുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ സെൻറ്ററുകളിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കുന്നതാണ്. പ്രത്യേകം പറയാൻ കാരണം ഈ കോഴിക്കോടിൻ്റെ പേരിൻ്റെ കൂടെ ഫോർ വിമൻ എന്ന് കണ്ടതുകൊണ്ട് അവിടെ പെൺകുട്ടികൾ മാത്രമാണ് എന്ന് തോന്നിപ്പോകും. അങ്ങനെയില്ല, അവിടെ എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഇനി അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി 25/9/2020 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, ജഗതി, തിരുവനന്തപുരം, പിൻകോഡ് 695014 എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കു ശേഷം ലഭിക്കുന്നതും അപാകതകൾ ഉള്ളതുമായ അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷിക്കേണ്ട അവസാന തീയതി 2020 സെപ്റ്റംബർ മാസം 25 അന്ന് 5 മണിക്ക് മുമ്പായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ അപേക്ഷ എത്തേണ്ടതായിട്ടുണ്ട്. അപേക്ഷയോടൊപ്പം ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഫോട്ടോ കോപ്പികൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയിരിക്കണം, അല്ലാത്തവ നിരസിക്കുന്നതാണ്. അപ്പോൾ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികളാണ് അയക്കേണ്ടത്, അല്ലാത്തവ ഒഴിവാക്കുന്നത്, അല്ലാത്തവ സ്വീകരിക്കുന്നതല്ല. തിരഞ്ഞെടുക്കപ്പെടുന്നവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ, അതുപോലെ TC എന്നിവ ബന്ധപ്പെട്ട സെൻറ്ററിൽ പ്രവേശന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. പ്രവേശനം ലഭിക്കുന്നവർ പിന്നീട് അപേക്ഷ നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാലോ മതിയായ മറ്റ് യോഗ്യതകൾ ഇല്ലെന്ന് കണ്ടാലോ പ്രവേശനം അസാധുവാക്കാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിക്ഷിപ്തമാണ്. അപേക്ഷകർ തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനം അന്തിമമായിരിക്കും. അതിന്മേൽ കത്തിടപാടുകൾ നടത്താൻ സാധ്യതയില്ല. അപ്പോൾ DIG ഓഫീസിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് ഒന്നും ചോദിച്ചുകൊണ്ട് കത്തോ ഫോണോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതിലേക്ക് സെലക്ഷനുള്ള അന്തിമ അധികാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. സെലക്ഷൻ സംബന്ധിച്ച് വ്യക്തികളുമായോ ഏതെങ്കിലും സംഘടനകളുമായോ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കത്തിടപാടുകൾ നടത്തുന്നതല്ല. സെലക്ഷൻ ലഭിക്കുന്നവരുടെ ലിസ്റ്റ് എല്ലാ ട്രെയിനിങ് സെൻറ്ററുകളിലും ഇമെയിൽ മുഖേന ലഭ്യമാക്കുന്നതും
www.education.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതുമാണ്. സെലക്ഷൻ ലഭിക്കുന്നവർക്ക് ആർക്കും നേരിട്ട് കത്തോ മെമ്മോയോ അയക്കുന്നതല്ല. അപ്പോൾ ഒരാളെയും പ്രത്യേകമായിട്ട് അറിയിക്കില്ല. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച www.education.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതോടൊപ്പം തന്നെ ഓരോ സെൻറ്ററുകളിലും സെലക്ട് ചെയ്യപ്പെട്ട കുട്ടികളുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. അവിടെ അന്വേഷിച്ച് നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുക. ഓരോ ആളുകൾക്കും പ്രത്യേകമായിട്ട് അറിയിപ്പുകളൊന്നും ലഭിക്കുന്നതല്ല. അർഹരായവരുടെ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റ് പ്രകാരം അതത് സെൻറ്ററുകളിൽ നേരിട്ട് ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അഡ്മിഷൻ ഫോമിൽ നിങ്ങൾ ഏതൊക്കെ സെൻറ്ററുകളിലേക്കാണ് അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്ത് കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എവിടെയാണോ നിങ്ങൾ കിട്ടിയത് ആ സെൻറ്ററുകളിൽ നിങ്ങൾ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ട്രെയിനിങ്ങിന് ശേഷം നിയമനം ലഭിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ബാധ്യസ്ഥനല്ല. ഇനിയിപ്പോൾ കോഴ്സ് ചെയ്ത് എന്നതുകൊണ്ട് എല്ലാവർക്കും പ്രൈമറി അധ്യാപകരായി കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ PSU ഒക്കെ എഴുതി അല്ലെങ്കിൽ എയ്ഡഡ് ആണെങ്കിൽ അവിടെ നിങ്ങൾ അപേക്ഷയൊക്കെ കൊടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. കോഴ്സ് കഴിഞ്ഞതിന് കൊണ്ട് ജോലി കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. കയ്യൊപ്പ് രേഖപ്പെടുത്താത്തതും അപൂർണവുമായ അപേക്ഷകൾ മറ്റൊരറിയിപ്പ് കൂടാതെ നിരസിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷാ ഫോമിൽ നിങ്ങൾ സൈൻ ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നിങ്ങൾ അപേക്ഷ പൂരിപ്പിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങളുമായി ബാധകമല്ലാത്ത വിവരങ്ങൾ ബാധകമല്ല എന്ന് തന്നെ വ്യക്തമായിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ അപേക്ഷകർ ആനുകൂല്യത്തിനായി ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡിൽ നിന്നും ലഭിച്ച സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫിസിക്കലി ചലഞ്ചഡായ ആളുകൾ, ഭിന്നശേഷിക്കാരായ ആളുകൾ എന്ത് ചെയ്യണം? അവർക്ക് അതിന് ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ, അതായത് അറ്റസ്റ്റഡ് കോപ്പി അവർ അതോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ ഹിന്ദി, അറബിക്, ഉറുദു, സംസ്കൃതം കോഴ്സ് പ്രൈമറി തലത്തിൽ LP ആൻഡ് UP ഭാഷാധ്യാപക ട്രെയിനിങ് യോഗ്യതയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. പ്രസ്തുത കോഴ്സ് ഹൈസ്കൂൾ തലത്തിൽ അധ്യാപകരുടെ ട്രെയിനിങ് യോഗ്യതയായി യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ഇത് പറയാൻ കാരണം, മുമ്പ് ഈ DLED എന്ന് പറയുന്ന കോഴ്സ് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് BEdന് പകരമായി ചെയ്തിരുന്നൊരു കോഴ്സാണ്. പക്ഷേ അന്ന് തന്നെ ഈ കോഴ്സിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഈ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് HM പ്രൊമോഷനൊന്നും ലഭിക്കുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ പേരിലുള്ള കോഴ്സ് ആയതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ആയതുകൊണ്ട് വ്യക്തമായി പറയുകയാണ്, ഈ കോഴ്സ് ഹൈസ്കൂളിലേക്ക് പരിഗണിക്കുന്നതേ അല്ല, പ്രൈമറിയിലേക്കുള്ള ഭാഷാ അധ്യാപക പരിശീലനമായിട്ടാണ് പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ അപേക്ഷാ ഫോം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പൂരിപ്പിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പേര്, വിലാസം, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതണം, ജനനത്തീയതി എഴുതണം. അതുപോലെ നമ്മുടെ ജെൻഡർ, ആണാണോ പെണ്ണാണോ, അതുപോലെ ട്രാൻസ്ജെൻഡർ ആണോ അത് എഴുതണം. അതുപോലെ 1/8/2020 പൂർത്തിയാകുന്ന വയസ്സ് എഴുതേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയും ലഭിച്ച മാർക്കും. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെ മാർക്ക് ലിസ്റ്റ് നോക്കി എഴുതുക. അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ ഇവിടെ അറ്റാച്ച് ചെയ്യുകയും ചെയ്യുക. എത്ര ശതമാനമാണ് കിട്ടിയ മാർക്ക് എന്ന് ശതമാനത്തിലേക്ക് മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്. ജാതിയും മതവും സൂചിപ്പിക്കേണ്ടതുണ്ട്. പട്ടികജാതി, പട്ടികവർഗം, OBC ഇതൊക്കെയാണോ എന്നുള്ള പ്രത്യേകം പറയണം. അവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മാർക്ക് ഇളവ് ലഭിക്കാൻ വേണ്ടിയാണത്. അതുപോലെ അംഗീകാരമുള്ള ടീച്ചിങ് സർവീസ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം സൂചിപ്പിക്കണം. അതിൻ്റെ കാലയളവ് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഫീസ് അടക്കിയ തുക, എത്രയാണ് ഫീസ് കൊടുത്തത്, അതിൻ്റെ ചലാൻ നമ്പർ, അതിൻ്റെ തീയതി, അത് ഏത് ട്രഷറിയിലാണ്, ആ ട്രഷറിയുടെ പേര്, ഇതൊക്കെ പ്രത്യേകം നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യണം.
നേരത്തെ പ്രത്യേകം പറഞ്ഞല്ലോ, നിങ്ങൾ ട്രഷറി മുഖേന ചെലാൻ മുഖേനയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ DLED ഏത് വിഷയമാണ് ഉദ്ദേശിക്കുന്നതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അറബിയാണോ, ഉറുദു ആണോ, സംസ്കൃതമാണോ, ഹിന്ദിയാണോ? ഇനിയിപ്പോൾ ഒരാൾ എല്ലാം അതല്ലെങ്കിൽ ഒന്നിലധികം കോഴ്സുകൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള അപേക്ഷ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്ന ട്രെയിനിങ് സെൻറ്റർ, അവിടെ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക. നിങ്ങൾ ഏതിനാണോ മുൻഗണന കൊടുക്കുന്ന ആ സ്ഥാപനം 1, 2, 3 നമ്പർ ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഇനി നിങ്ങൾ ഭിന്നശേഷിക്കാരനാണോ എന്നാണ് ചോദിക്കുന്നത്. അതാണെങ്കിൽ അത് നിങ്ങൾ അതേ എന്ന് എഴുതുക. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉള്ളടക്കം ചെയ്യണം. ഇനി നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണോ ഇവിടെ ഇതിൻ്റെ കൂടെ അയക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് അതുകൂടെ നിങ്ങൾ എഴുതണം. ഓക്കെ. എന്നിട്ട് നിങ്ങൾ പേരെഴുതി ഒപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒപ്പ് ഇടാൻ മറന്നു പോകരുത്. ഒപ്പിടാൻ മറന്നാൽ നിങ്ങളുടെ ഈ അപേക്ഷ തള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ട് DLEDൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ സംശയങ്ങൾ ചോദിക്കാം. എനിക്ക് കഴിയാവുന്ന കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്തു തരും. ഗ്രൂപ്പിലെ അംഗങ്ങൾ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അവരും പങ്കുവെക്കും. ഏതായിരുന്നാലും എല്ലാവർക്കും നല്ല ഒരു ഭാവി നേരുന്നു. നല്ല അധ്യാപകരായി ലോകത്തിന് വെളിച്ചം പകരുന്ന അധ്യാപകരാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായി വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ, കേൾക്കുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു.